الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരലും ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകളും സാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതം നിലനിർത്തി ആ രൂപത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെയേറെ കണിശത പുലർത്തിക്കൊണ്ട് അവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരം ഇന്ന് മുസ്ലിം സഹോദരീ സഹോദരങ്ങൾ വളരെയേറെ കൃത്യമായി തന്നെ നിലനിർത്തുവാൻ ശ്രദ്ധിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. നമസ്കരിക്കുന്ന എല്ലാ ആളുകളോടുമാണ് ഈ സംസാരം. നാം നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് അല്ലാഹുവിങ്കൽ നേടിയെടുക്കേണ്ടുന്നത് സ്വർഗമാണ്. ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നമസ്കാരം അതിൻ്റെ ശരിയായ അർത്ഥത്തിലും രൂപത്തിലും നിർവഹിച്ചേ പറ്റൂ. ബാങ്ക് കേൾക്കുമ്പോൾ സാധാരണ ഒരു ചടങ്ങ് ചെയ്യുന്നു എന്ന രൂപത്തിൽ പെട്ടെന്ന് വുളൂ ചെയ്യുന്നു, നമസ്കരിക്കുന്നു. അങ്ങനെ ഓരോ സമയങ്ങളും മാറി മാറി വരുമ്പോൾ യാദൃച്ഛികമായി നമ്മളങ്ങനെ പഠിച്ചു വന്ന ഒരു ശീലമനുസരിച്ച് ഒരു ചടങ്ങെന്ന നിലക്ക് വുളൂഉം നമസ്കാരവുമൊക്കെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തെ ഒരു നിലക്കും സ്പർശിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നമസ്കാരങ്ങൾ അധപ്പതിച്ചു പോകാതിരിക്കാൻ അത്യന്താപേക്ഷിതമായി ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ചില പരമാർത്ഥങ്ങളിലേക്കാണ് ഇന്നത്തെ ചുരുങ്ങിയ ചില വാക്കുകളിലൂടെ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൻ്റെ കാതൽ എന്തെന്ന് ചോദിച്ചാൽ ഖുശൂ ആണ്. ഭയഭക്തിയാണ് നമസ്കാരത്തിൻ്റെ കാതലായി ഉണ്ടാകേണ്ടത്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനത്തിൻ്റെ പൊരുൾ അതാണ്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്തുകൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് സത്യവിശ്വാസികൾ, എന്താണ് അവരുടെ ഗുണങ്ങൾ എന്നാണ് തുടർന്നുകൊണ്ട് വിവരിക്കുന്നത്. ആദ്യം തന്നെ അല്ലാഹു പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. ആരാണ് മുഅ്മിനുകൾ? എങ്ങനത്തെ മുഅ്മിനുകളാണ് വിജയിക്കുന്നത്? തങ്ങളുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ള, ഭയഭക്തിയുള്ള വിശ്വാസികൾ. നമസ്കാരത്തിലെ ഭയഭക്തിയാണ് മുഅ്മിനീങ്ങളുടെ വിജയനിദാനത്തിൻ്റെ ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടത്. കൊല്ലങ്ങളോളമായി നമസ്കാരം നിർവഹിച്ചിട്ടും നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന ശുദ്ധിയും നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന സംസ്കരണവും എൻ്റെയും നിങ്ങളുടെയുമൊന്നും ഖൽബുകളിൽ വരുന്നില്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ വാക്കുകൾക്ക് ഒരിക്കലും പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. എങ്കിൽ നമസ്കരിക്കുന്നവരിൽ ഫഹ്ശാവുകളും മുൻകറുകളുമൊക്കെ നിലനിൽക്കുന്നുവെങ്കിൽ, ചീത്തയായ സ്വഭാവങ്ങളും അതുപോലെയുള്ള പ്രവൃത്തികളുമൊക്കെ നമസ്കരിക്കുന്നവരിൽ പോലും നിലനിൽക്കുന്നുവെങ്കിൽ
പടച്ചതമ്പുരാന്റെ കൽപ്പനകളിലോ അവന്റെ വാക്കുകളിലോ പിഴവുകൾ സംഭവിച്ചിട്ടില്ല. നമസ്കരിക്കുന്ന നമ്മിലെവിടെയോ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ദിവസേന നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ നമസ്കാരം ഖുശൂഉള്ളതായി തീരാൻ എന്താണ് വേണ്ടത്? നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിച്ച് കിട്ടാൻ എന്താണ് വേണ്ടത്? നമ്മുടെ ശ്രദ്ധ മറ്റ് സ്ഥലങ്ങളിലേക്ക് പതറിപ്പോകാതിരിക്കാൻ എന്തൊരുക്കമാണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായി നമസ്കാരത്തിന് പ്രവേശിക്കുന്നതിന്റെ മുമ്പായി നമസ്കാരത്തിന്റെ താക്കോല് എന്നൊക്കെ പറയുന്ന മിഫ്താഹു സ്വലാത്തി അത്തഹൂർ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായത് ശുദ്ധിയാണ്, അംഗശുദ്ധിയാണ്, ഉളൂ ആണ്. ആ ഉളൂഇന്റെ മുമ്പായി തന്നെ മനുഷ്യൻ നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളൂഇന്റെ ശ്രേഷ്ഠതകൾ അറിഞ്ഞുകൊണ്ടത് നിർവഹിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉളൂ ചെയ്യുമ്പോൾ മുതൽ തുടങ്ങണം, അല്ല ബാങ്കൊലി കേൾക്കുമ്പോൾ മുതൽ തുടങ്ങണം എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന് നിങ്ങൾ ഇജാബത്ത് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോ ലഫ്ളുകളും അതുപോലെ തന്നെ തിരിച്ചു പറയണം. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹുകളിൽ ഒഴികെ അവിടെ നാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയുന്നത്. ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മോട് പറയാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങിയ പ്രാർത്ഥന ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടത് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ വസീലത്തെന്ന പദവിയെ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിന് അർഹരാകുന്ന ഭാഗ്യവാന്മാരായി തീരുന്ന നിലക്ക് നമസ്കാരത്തിനുള്ള വിളിയാളമായ ബാങ്കിനെ മുതൽക്ക് നമ്മുടെ മനസ്സിൽ ഒരുക്കിക്കൊണ്ടുവരണം എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആ ഒരു കൃത്യമായ ബോധത്തോടുകൂടി ബാങ്കൊളി കേട്ട് കഴിഞ്ഞാൽ നാം ഉളൂ ചെയ്യുകയായി. ഉളൂ ചെയ്യുമ്പോൾ നമ്മുടെ ഉളൂയിൽ ഒരു ഭക്തി നമുക്ക് വരാനുണ്ട്. ഒരു ചടങ്ങെന്ന നിലക്ക് കേവലം ഒരു കൈകാൽ കഴുകലായി അധപ്പതിക്കരുത് നമ്മുടെ ഉളൂ. നമ്മുടെ ഉളൂഇന് ആവശ്യമായത് ഒന്ന് നിയ്യത്ത് തന്നെയാണ്. നമുക്കറിയാം, നിയ്യത്ത് എന്നത് നാവ് കൊണ്ട് ഉരുവിടേണ്ടുന്ന പദങ്ങളല്ല. അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്ന നിലക്ക് ഉളൂ ചെയ്യുന്നു, ഉളൂ എടുക്കുകയാണ് എന്ന മനസ്സിന്റെ കരുത്താണ്, ആ ചിന്തയാണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഉളൂഇന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉളൂ ചെയ്യണം. അത് നമുക്ക് ഏറെ ഭക്തി പകരും. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പുള്ള ഒരുക്കങ്ങളിൽ തന്നെയും ഭക്തി നിലനിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എങ്കിലേ നമസ്കാരത്തിന്റെ അകത്ത് ഭക്തിയോടെ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. നമസ്കാരത്തിന് മുമ്പായി തന്നെ അതിന്റെ ഒരുക്കങ്ങളിൽ തന്നെ ഭക്തി ഉണ്ടെങ്കിലേ നമസ്കാരത്തിന്റെ അകത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഭക്തി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സത്യവിശ്വാസിയായ അടിമ അവൻ വുളൂ ചെയ്യുന്ന അവസരത്തിൽ അവൻ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴൊക്കെ അതിലൂടെ പാപങ്ങളാണ് ഒഴുകി ഇറങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ മുഖം കഴുകുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്തിലൂടെ അതാ പാപക്കറകൾ ഒലിച്ചിറങ്ങുകയായി, അത് കഴുകി ശുദ്ധീകരിക്കപ്പെടുകയാണ്. കൈകൾ കഴുകുന്ന അവസരത്തിൽ അവന്റെ കൈകളിലൂടെ പാപങ്ങൾ ഒലിച്ചിറങ്ങുകയായി. തല തടവുമ്പോൾ അവന്റെ തലയിൽ നിന്ന് പോവുകയായി. അതുപോലെ തന്നെ കാലുകൾ കഴുകുമ്പോൾ, ഞാൻ ഹദീസിന്റെ പദങ്ങൾ വായിക്കുന്നില്ല, ഫൈദാ ഗസല റിജ്ലൈഹി, അവന്റെ രണ്ട് പാദങ്ങൾ അവൻ കഴുകുന്ന സന്ദർഭമായാൽ ഖറജത്തിൽ ഖതായാ മിൻ റിജ്ലൈഹി, അവന്റെ ഇരു പാദങ്ങളിലൂടെയും പാദങ്ങളിൽ നിന്നും പാപത്തിൻ്റെതായ കറകൾ ഒലിച്ചിറങ്ങി അവൻ ശുദ്ധമാവുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഹത്താ യഖ്റുജ നഖിയ്യം മിനസ് ദുനൂബി, വുളൂഇലൂടെ തന്നെ ഞാനും നിങ്ങളും കൃത്യമായിട്ടാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ ആ വുളൂയിലൂടെ നാം പാപമോചിതനായിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എങ്കിൽ വുളൂ ചെയ്യുന്ന ഘട്ടത്തിൽ
ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമസ്കാരത്തിന് മുന്നോടിയായിക്കൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹു എന്നോട് കൽപ്പിച്ച ഈ ഒരു ഇബാദത്ത് ഞാൻ നിർവഹിക്കുന്നതിലൂടെ എന്റെ മുഖത്തും അതുപോലെ തന്നെ എന്റെ കൈകാലുകളുമൊക്കെ കഴുകുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഈ ഒരു കർമ്മം ഞാൻ നിർവഹിക്കുന്നതിലൂടെ എന്നിൽ വന്നുപോയ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഈ വുദൂഇലൂടെ തന്നെ ഒഴുകി ഇറങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വൻപാപങ്ങൾക്ക് തൗബ തന്നെ വേണം, വൻപാപങ്ങൾക്ക് തൗബ തന്നെ വേണം. അതേ അവസരത്തിൽ അതല്ലാത്ത നിലക്ക് നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ നാം ചെയ്യുന്ന വുദൂഇലൂടെ, അവയവങ്ങൾ കഴുകുന്നതിലൂടെ, തല തടവുന്നതിലൂടെ, ചെവി തടകുന്നതിലൂടെ, അങ്ങനെ ഓരോ സന്ദർഭത്തിലൂടെയും നമ്മുടെ വുദൂഇലൂടെ നമ്മുടെ പാപക്കറകൾ ഒഴുകി ഇറങ്ങിയിട്ട് ഹത്താ യഖ്റുജ നഖിയ്യം മിനസ്സുനൂബ്, പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായ നിലക്കാണ് അവൻ പുറത്തു വരുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, ഇത് നമുക്ക് വുദൂ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ബക്രി ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ ചിന്ത വേണം വുദൂ ചെയ്യുമ്പോ. ഈ ചിന്ത നമുക്ക് വുദൂ ചെയ്യുമ്പോഴുണ്ടായാൽ നിസ്കാരത്തിനുള്ള ഒരുക്കത്തിന്റെ മുമ്പേ നമ്മുടെ ഹൃദയത്തിൽ ഭക്തി കീടം കിട്ടുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധൃതിപ്പെട്ട് വുദൂ ചെയ്യാൻ പാടില്ല, വുദൂഇനോട് കൂറ് പുലർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു യാത്രയിൽ സഹാബിമാരി തിരക്കിട്ട് വുദൂ ചെയ്യുമ്പോ കാലിന്റെ മടമ്പ് കഴുകുമ്പോ ഒരു നഖപ്പാടോളം വെള്ളം തട്ടാത്ത സ്ഥലം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുകയാണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, മടമ്പ് കാലുകൾ സൂക്ഷിച്ച് കഴുകാത്തവർക്കാണ് നാശം, അവർക്കാണ് നരകനാശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാം ചിന്തിക്കാറുണ്ട് പലപ്പോഴും, ഒരല്പമൊന്ന് വെള്ളം എവിടെയെങ്കിലും ഒന്ന് തട്ടാതിരുന്നാൽ അത്രക്കൊരു പ്രശ്നമാക്കാനുണ്ടോ? പ്രശ്നമാക്കാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിസ്കാരം തുറക്കണമെങ്കിൽ ഈ ചാവി ശരിയാവണ്ടേ? ഒരു റൂമിലേക്ക് കടക്കണമെങ്കിൽ ആ റൂം തുറക്കാനുള്ള ചാവി, ഡ്യൂപ്ലിക്കേറ്റ് ചാവി നമ്മൾ കടയിൽ നിന്നുണ്ടാക്കുമ്പോ എത്ര സൂക്ഷ്മമായിട്ടാണ് അവരതുണ്ടാക്കുന്നത്. കാരണം അസിൽ ഒറിജിനൽ ചാവിയുടെ അതേ രൂപത്തിലുള്ള കൊത്തുപണികളും കൊളുത്തുകളും ഒക്കെ സൂക്ഷ്മമായിട്ടാണ്, കൃത്യമായിട്ടാണ് നമുക്കുണ്ടാക്കി തരുന്നത്. കാരണം അല്പം ഒരു പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോറിന്റെ തുളയിൽ ഈ ചാവി ഇട്ടാൽ ഡോർ തുറയുകയില്ല. അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ലല്ലോ, ചെറിയൊരു അപാകതയിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡോറാണ് തുറയൂല. മിസ്ബാഹുസ്സലാത്തി, നിസ്കാരത്തിന്റെ ചാവിയാണ് അത്തൊഹൂറു, ശുദ്ധി എന്ന് പറയുമ്പോ അത് ശരിയാവൽ വളരെ ഗൗരവമാണ്. അത് ധൃതി കൂട്ടി ചെയ്യേണ്ടതല്ല, അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കേണ്ടതല്ല, ഭക്തിപൂർവം സാവകാശം ചെയ്യേണ്ടതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിനെ നാളെ മഹ്ശറിൽ ഇതര സമൂഹങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചറിയും, എന്റെ സഹോദരങ്ങളെ ഞാൻ തിരിച്ചറിയും. സഹാബിമാര് ചോദിച്ചല്ലോ, ഓ നബിയേ,